അതിൻ്റെ കിഴക്കേക്കരയിലാണ് വൈക്കം. ഇവിടെയാണ് വൈക്കം സത്യാഗ്രഹം നടന്നത്. ഇന്ത്യയിൽ ക്ഷേത്രങ്ങളിൽ അന്നും പലയിടത്തും, ഇന്ത്യയിൽ പലയിടത്തും പലവിധ പ്രശ്നങ്ങളുണ്ടായിരുന്നു. വൈക്കം ഒരു ചെറിയ ക്ഷേത്ര നഗരമായിരുന്നു. ഇപ്പോഴും വൈക്കം ഒരു വലിയ നഗരമല്ല. ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ ചേർപ്പഴ 26 വാർഡങ്ങാട്ട് മാത്രമുള്ള ഒരു ചെറിയ പ്രദേശമാണ് ഈ വൈക്കം എന്ന് പറയുന്നത്. അവിടെയാണിത് നടന്നത്. ഈ ചെറിയ പ്രദേശത്താണ് ഈ പ്രദേശത്തുകാരനല്ലാത്ത TK മാധവൻ വന്നത്, മഹാത്മാഗാന്ധി വന്നത്, EV രാമസ്വാമി നായ്ക്കർ വന്നത്, രാജഗോപാലാചാരി വന്നത്. ഇന്ത്യയുടെ മുഴുവൻ ശ്രദ്ധ ഒരു പോയിന്റിൽ കേന്ദ്രീകരിച്ചത്. അതിൻ്റെ അർത്ഥം അവർക്കെല്ലാം കേന്ദ്രീകരിക്കാൻ പാകത്തിൽ വൈക്കത്തന്നത് ഇരുട്ടുണ്ടായിരുന്നു. ആ ഇരുട്ട് വളരെ ശക്തമായിരുന്നു. ആ ഇരുട്ട് നിലനിർത്തിയത് ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആചാരമായിരുന്നു. അത് നിയന്ത്രിച്ചത് ജാതിയുടെ അകത്തൊരിക്കലും വെളിച്ചം കടക്കാൻ അനുവദിക്കാതെ എല്ലാ വാതിലുകളും അടച്ചു സൂക്ഷിച്ച ഒരു ജാതിബോധമായിരുന്നു.